നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതൊക്കെ പറയുമ്പോഴും എന്റെ ഉള്ളിലൊരു പേടിയുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് മഴമോളുടെ കാര്യമാണ്. അമ്മയില്ലാത്ത കുഞ്ഞാ അവള്. കാർത്തികിന്റെ കാര്യം പിന്നെ നിനക്ക് തന്നെ അറിയാം. നീ ഒരു വിവാഹം കഴിച്ചു പോയി കഴിഞ്ഞാ മറ്റൊരു വീട്ടിലെ കുഞ്ഞിന്റെ അവസ്ഥ എന്താന്ന് ആലോചിക്കുമ്പോ സത്യം പറയാലോ, എനിക്ക് പേടിയുണ്ട് മോളെ. മഴയെ കൊണ്ടുപോയി ശരത്തിന്റെ മകളായി വളർത്തുന്നതിനേക്കാൾ നല്ലത് എത്ര മോശക്കാരനാണെങ്കിലും അവളുടെ അച്ഛന് തന്നെ വിട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ? വിവാഹക്കാര്യത്തിലായാലും മോളുടെ കാര്യത്തിലായാലും തീരുമാനം എടുക്കേണ്ടത് നീ തന്നെയാ. ആലോചിച്ച് തീരുമാനിച്ചാ മതി. വിവാഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് ആലോചിക്കാൻ ഒരുപാടുണ്ടാവും. പക്ഷേ മഴമോളുടെ കാര്യത്തിൽ എനിക്കൊന്നും ആലോചിക്കാനില്ല അമ്മ. അക്കാര്യത്തിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ എനിക്ക്. എന്തിന്റെ പേരിലായാലും മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, അത് ഉറപ്പാ. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നെങ്കില് നീ പറഞ്ഞതുപോലെ ശരത്തുമായുള്ള വിവാഹത്തിനെ കുറിച്ച് ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനം എടുത്താ പോരെ? പറയുന്നത് കൊണ്ട് വേറൊന്നും തോന്നരുത്. മഴമോളെ നഷ്ടപ്പെടുത്തരുതെന്നാ നിന്റെ ആഗ്രഹമെങ്കിൽ നീ ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് എല്ലാവരോടും തുറന്നു പറയുന്നതാ നല്ലത്. എല്ലാം ഞാൻ അറിഞ്ഞു ശരത്തേട്ട. ഞാൻ എത്രത്തോളം ശരത്തേട്ടനെ സ്നേഹിക്കുന്നു ശരത്തേട്ടന് നന്നായി അറിയാം. ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നും അറിയാം. ഒരു പുരുഷന് വേണ്ടി ഒരു പെണ്ണും ഞാൻ കാത്തിരുന്ന പോലെ ഇരുന്നിട്ടുണ്ടാവില്ല, പുറകെ നടന്നിട്ടുണ്ടാവില്ല, യാചിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഒരിക്കൽ പോലും ശരത്തേട്ടൻ എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടില്ല. അതിലായിരുന്നു എന്റെ പ്രതീക്ഷ. ശരത്തേട്ടന്റെ ഉള്ളിൽ എവിടെയോ ഒരിഷ്ടമുണ്ടെന്ന് ഞാൻ കരുതി, തെറ്റിദ്ധരിച്ചു. ഞാനൊരു പൊട്ടിയല്ലേ, അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് മോഹിച്ചു. ഇപ്പൊ മനസ്സിലായി, വെറും പൊട്ടിയല്ലെന്ന്. ഞാനൊരു പമ്പര വെട്ടിയായിരുന്നു. എല്ലാ പെണ്ണുങ്ങളും പറയുന്ന പോലെയല്ല, എല്ലാരെയും പോലെ എനിക്ക് മറക്കാനും പറ്റില്ല, മാറി ചിന്തിക്കാനും ആവില്ല. ശരത്തേട്ടൻ ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിച്ചു സുഖമായി ജീവിച്ചോളൂ. ഞാൻ ഒരിക്കലും ഒരു തടസ്സാവില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ വേറൊരു വിവാഹം ഇനി ഉണ്ടാവില്ല. എന്റെ ഈ ജന്മം ഇങ്ങനെ അങ്ങ് അവസാനിക്കട്ടെ. ഒറ്റയ്ക്ക് മതി ഞാൻ. എന്റെ മനസ്സിൽ ഇപ്പോഴും എപ്പോഴും കൂടെ ശരത്തേട്ടനുണ്ടാവുമല്ലോ മരിക്കോളം. അതിന്റെ കൂടെ ഉണ്ടാവും. അത്രയും മതി എനിക്ക്.
ഈ കണ്ണീരോടെ ശ്രുതി അങ്ങ് പിന്മാറി തന്ന് റൂട്ട് ക്ലിയർ ആക്കി എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അത് തെറ്റിപ്പോയി ശരത്തേട്ട. ഞാൻ മരിക്കുമ്പോ ഈ മുഖം ഉള്ളിലുണ്ടാവുന്നല്ല. ഞാൻ മരിക്കുമ്പോ ശരത്തേട്ടൻ കെട്ടിയ താലി എന്റെ കഴുത്തിലുണ്ടാവും. സുന്ദരിയെ വിവാഹം കഴിക്കാമെന്നൊരു മോഹം ശരത്തേട്ടന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചിരുന്നാ മതി. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ വിവാഹം നടക്കാൻ ഞാൻ അനുവദിക്കില്ല. ശരത് സാറ്. ഹലോ, ആദിയുടെ സാ? ആദിയുടെ അച്ഛനല്ല, ആദ്യം സംസാരിക്കുന്നേ. ആഹാ, അച്ഛന്റെ ഫോൺ മോഷ്ടിച്ചു വിളിക്കായിരുന്നല്ലേ? വിളിക്കുമ്പോ മഴയുടെ അമ്മൂട്ടി എങ്ങനെ എടുക്കുമായിരുന്നു, പേടിയായിരുന്നു എനിക്ക്. ഭാഗ്യം മഴയെന്ന് എടുത്തല്ലോ. അതെ, ഇവിടെ ഹാളിലെന്തോ സംസാരം നടക്കാ. ഞാനിവിടെ മുറിയിലായിരുന്നു, അതാ ഫോൺ എടുത്തേ. ഇവിടെ നല്ല സംസാരമാ. ബർത്ത്ഡേ ഫംഗ്ഷനിൽ വെച്ച് അച്ഛമ്മ ഒരു കാര്യം പറഞ്ഞില്ലേ, അതിന് അച്ഛൻ ഇവിടെ അമ്മൂമ്മയെ വഴക്കു പറയോ? ഇവിടെ അമ്മൂട്ടി എല്ലാരെയും വഴക്കു പറയാ. കാര്യം എന്താന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. എടി പൊട്ടി, നിനക്ക് കാര്യം മനസ്സിലായില്ലേ? അച്ഛമ്മ പറഞ്ഞതേ എന്റെ അച്ഛന്റെയും നിന്റെ അമ്മൂട്ടിയുടെയും കല്യാണക്കാരിയോ? കല്യാണക്കാരിയോ? അതെന്നെ. അത് പറഞ്ഞതിന്റെ പ്രശ്നമല്ലേ രണ്ടു വീട്ടിലും നടക്കുന്നേ? അതിന് പ്രശ്നമാവാൻ എന്താ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, മഴയുടെ അമ്മൂട്ടി എന്റെ അമ്മയിട്ട് വരുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ കല്യാണം നടന്നാലേ നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷാവും. എനിക്ക് അമ്മയില്ല എന്നുള്ള വിഷമവും മാറും, മഴയ്ക്ക് അച്ഛനില്ല എന്നുള്ള വിഷമവും മാറും. എന്റെ അച്ഛനും മഴയ്ക്ക് സ്വന്തം അച്ഛനായിട്ട് കാണാലോ. എല്ലാരും ഒരു വീട്ടിലായിരിക്കോ ആദി? പിന്നല്ലാതെ, ഞാനും മഴയും മഴയുടെ അമ്മൂട്ടിയും എന്റെ അച്ഛനും കൂടി ഒരു വീട്ടില് താമസിക്കും. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും ഒരുമിച്ച് കളിക്കാനും പഠിക്കാനും സ്കൂളിൽ പോകാനും ഒക്കെ പറ്റും അല്ലേ? പിന്നെ ഇല്ലേ, അതുകൊണ്ട് അച്ഛമ്മ പറഞ്ഞ പോലെ ഈ കല്യാണം നടക്കണേന്ന് എന്റെ പ്രാർത്ഥന. എങ്കിൽ ഞാനും പ്രാർത്ഥിക്കും ഈ കല്യാണം നടക്കണേന്ന്. ദൈവമേ, ചാമുണ്ടേശ്വരി, ഈ കല്യാണം നടത്തി തരണേ. ഒന്ന് വേഗം വാ ശ്രീദേവി. ഏട്ടാ, ഞാൻ ഈ ബാഗൊക്കെ ഒന്ന് എടുത്തോട്ടെ? ബാഗൊക്കെ പിന്നെ വേണമെങ്കിലും എടുക്കാലോ. കാർ ഇവിടെ തന്നെ കിടക്കല്ലേ, നീ വന്നേ ഇങ്ങോട്ട്. സന്തോഷത്തിന്റെ ചൂടാറും മുമ്പേ സുന്ദരി മോളെ കാണണോ എനിക്ക്. നീ വന്നേ ഇങ്ങോട്ട്. ആഹാ, ഇതെന്താ ഒരു അറിയിപ്പും ഇല്ലാത്ത വരവാണല്ലോ. അത് പറഞ്ഞ തമാശയമ്മ. കാര്യം അറിഞ്ഞ ഉടൻ പോയി ഷർട്ട് എടുത്തിട്ടിട്ട് ഏട്ടൻ പറയാ, വാ നമുക്ക് പോവാന്ന്. പിന്നല്ലാതെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുഹൂർത്തവും രാഹുലൊക്കെ നോക്കി സമയം കളയാൻ പറ്റും. ശ്രീദേവി പറഞ്ഞ പോലെ നിന്ന നിൽപ്പിലാ ഞങ്ങൾ ഇറങ്ങിയത്. കുറച്ചു ദിവസം നിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിൽ വെച്ചു. ഉടുതുണിയെങ്കിലും എടുക്കാൻ പറ്റിയത് മഹാഭാഗ്യം. അത്രയ്ക്ക് വെപ്രാളല്ലായിരുന്നു അവിടെ ഒരാള്. അമ്മയാണ് ഈ കാര്യത്തിലെ ഹീറോയിൻ. എന്തായാലും മഴമോളുടെ പിറന്നാളിന് ക്ഷണിക്കാത്തതിന്റെ ദേഷ്യം ഞങ്ങൾക്ക് ഇതോടെ മാറിക്കിട്ടി കേട്ടോ. അല്ലമ്മ, അത്ര ആൾക്കാരുടെ നടുവിൽ വെച്ച് സുന്ദരിയും ശരത്തും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം അമ്മയ്ക്കിത് എവിടെ നീട്ടി? സത്യം പറഞ്ഞ അമ്മ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസം വന്നില്ല.
അങ്ങനെ ഞാൻ മാലിന്യെ വിളിച്ച് ചോദിച്ചത്. മാലിന്യ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞത്. ഇക്കാര്യത്തിലെ അമ്മയ്ക്ക് സമ്മാനമായിട്ട് ഒരു കുതിരപ്പവനുണ്ട്. അത് ഞാൻ വഴിയെ എത്തിച്ചോളാം. അല്ല, നമ്മുടെ കഥാനായിക എവിടെ? സുന്ദരി, അവളെന്ന് വിളിച്ചേ. ആഹാ, ആളിന്റെ മുഖം ഒന്ന് കാണട്ടെ. ആ മോളെ, കൃഷ്ണമാമയ്ക്ക് സന്തോഷമായി മോളെ. നീ വാക്കു പാലിച്ചല്ലോ. കാർത്തിക്കുമായുള്ള വിവാഹാലോചനയുമായി ആദ്യം ഞാൻ ഇവളുടെ അടുത്ത് ചെല്ലുമ്പോ പഠിക്കണമെന്നാ ഇവള് പറഞ്ഞത്. ഞാൻ നിർബന്ധിച്ചു. ഇവളത് അനുസരിക്കുകയും ചെയ്തു. കാർത്തിക്കുമായുള്ള വിവാഹവും നടന്നു.